വെളിച്ചം ഉണ്ടാകണം, പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ലോകാവസാനം വരെ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇല്ല, എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ തന്നെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അല്ലാന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഇതൊരു പരലോക ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അതിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതമുണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത്. ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്, വിശ്വാസികളായിട്ടുള്ള എല്ലാവരും. അതും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാകുമെന്നാണ് നമ്മുടെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാവണം. പരലോകം ഉണ്ടായാലും പരലോകം ഇല്ലെന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളായാലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസ്സുഖം നമുക്കൊന്നിനും കിട്ടില്ല. ചെയ്ത് നോക്കിയാലേ അറിയൂ. ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായിക്കപ്പെട്ട ആൾ സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാവും. അയാൾ നമ്മളോട് നന്ദി കാണിക്കാതിരിക്കുക അയാളുടെ ഇഷ്ടം. പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും. എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. Thank you so much, sir, for your inspiring words. നമ്മുടെ ഓരോ നാഴികക്കല്ലും പുതിയൊരു തുടക്കത്തിലേക്കുള്ള വഴികാട്ടിയാണ്. കേരാൻശ്ശേരി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻസിന്റെയും രാജഗിരി ഹോസ്പിറ്റലിന്റെയും സംയുക്ത സംരംഭമായ